ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പൊന്നിടയനന്തം വന്ദനമേ എന്റെ പൊന്നിടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 12-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ എന്നുള്ള വാക്കുകളാണ്. നാം ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സകല സൃഷ്ടികളെക്കാളും വലിയവനാണ് സൃഷ്ടിതാവായ ദൈവമെന്ന് കൃത്യമായ നിലയിൽ മനസ്സിലാക്കുവാൻ കഴിയും. 48-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കണ്ടു മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ള വചനങ്ങളാണ്. അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് ആ വാക്യങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായി രേഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചും സൃഷ്ടിക്ക് മീതെയുള്ള ദൈവത്തിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ് അവിടെ കാണുന്നത്. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇത്രോ എന്ന് പറയുന്നതായ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ഓർപ്പിച്ച് പറയുന്നത്, യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അതേ, ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ എന്നോർപ്പിക്കുകയാണ്. ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ അധികാരങ്ങളും ദൈവിക പദവികളുടെ വലിപ്പവും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത്രോ പറഞ്ഞതായ വാക്കുകളാണ് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും വലിപ്പമുള്ള രാജ്യങ്ങളെക്കുറിച്ചും ബലമുള്ള ജാതികളെക്കുറിച്ചും പറയുകയാണ്. ഹിത്യർ, ഗിർഹാച്യർ, അമ്മോര്യർ, കനാന്യർ, പെരസ്ത്യർ, ഹിവ്യർ, യെബൂസ്യർ തുടങ്ങിയുള്ള 7 ജാതികൾ ശക്തന്മാരും ശ്രേഷ്ഠന്മാരുമായി നിൽക്കുന്നു. എങ്കിലും അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ജനത്തോട് പറയുന്ന വാക്കുകൾ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ എന്നെ വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് പറയുകയാണ്. ബലമുള്ള രാജ്യങ്ങളെക്കാൾ, ബലമുള്ള ജാതിയേക്കാൾ ശക്തനാണ് ദൈവമെന്ന് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലും ഭൂമണ്ഡലത്തിലും നാം കാണുന്ന ഏതൊന്നിനേക്കാളും വലിയതാണ് അത് നിർമ്മിച്ച ദൈവമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നാം ഗ്രഹിക്കേണ്ടത്, നാം സേവിക്കുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നും സകലത്തിനും മീതെ അധിവസിക്കുന്ന ദൈവമെന്നും മനസ്സിലാക്കി ദൈവത്തോടു കൂടെ വസിക്കാം.
ആ നിലകളിൽ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, കാറ്റും കടലും അനുസരിക്കുന്ന ദൈവം, സകല ഭൂമിയും ഭൂരാജാക്കന്മാരും അനുസരിക്കുന്ന ദൈവം, അത്യുന്നതനായ ദൈവം, ആ ദൈവത്തിൽ വിശ്വാസം ഉറപ്പിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. അത്ഭുതം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.